ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ നാളെയാണ് നമ്മൾ കാത്തിരുന്ന നമ്മുടെ കെമിസ്ട്രിയുടെ എക്സാം വരുന്നത്. മക്കളെ, ചിരിച്ച മുഖത്തോടെ ആയിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നാളത്തെ പരീക്ഷ എഴുതാൻ പോകേണ്ടത്. സോ ഈ ഒരു ഹാപ്പി ഫേസ് കിട്ടണമെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റണം അല്ലേ? അപ്പോൾ 40-ൽ 40 മാർക്കിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മിസ് എത്തിയിട്ടുള്ളത്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം നോക്ക്. ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒരു രാസസമവാക്യം തന്നിട്ടുണ്ട്. മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ബിഫോർ ആൻഡ് ആഫ്റ്റർ. മക്കളെ, ഇവിടെ രാസപ്രവർത്തനത്തിന് മുമ്പും ശേഷമുള്ള ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യാനാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കുക, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ മക്കളെ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ ആണോ? ഒരാൾ ഒറ്റയ്ക്ക് നിന്നാൽ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ ഇവിടെ കാൽഷ്യത്തിന് ഞാൻ 0 മാർക്ക് ചെയ്യുന്നു. ഇനി ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ഒരു കോമ്പൗണ്ട് എടുത്താൽ ആ കോമ്പൗണ്ടിലെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഒരു സംയുക്തത്തിലെ ടോട്ടൽ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് 0 ആയിരിക്കും. HCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്തു, അതിൽ ഹൈഡ്രജനും ക്ലോറിനും രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ ഹൈഡ്രജൻ +1 ആണെങ്കിൽ ക്ലോറിൻ ഇവിടെ -1 ആയിരിക്കും. +1ഉം -1ഉം കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. ഇനി ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വീണ്ടും 0 ആണ്. കാൽഷ്യം ക്ലോറൈഡ് ആണ്. അപ്പം നമുക്ക് കാൽഷ്യത്തിൻ്റെ ഒന്ന് കണ്ടുപിടിക്കാം. മക്കളെ, ഒരു ക്ലോറിൻ്റേത് -1 ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റേത് -1 ആണ്. അപ്പോൾ മക്കളെ, ഇവിടെ കാൽഷ്യത്തിൻ്റെ അറിയില്ല. ആരുടെ ഓക്സിഡേഷൻ നമ്പറാണോ അറിയാത്തത് അയാളുടെ ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ X എന്ന് വിളിച്ചു. ക്ലോറിൻ, ഒരു ക്ലോറിൻ്റേത് -1 ആണ്. ചോദ്യത്തിൽ എത്ര ക്ലോറിൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ -1 × 2 എല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് 0 കിട്ടണം. അതായത് X - 2 = 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് വരിക? -2നെ നമ്മൾ 0ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവിടെ സൈൻ ചേഞ്ച് ആവും കേട്ടോ. -2 +2 ആയിട്ട് മാറും. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സംയുക്തത്തിൽ കാൽഷ്യം +2, ക്ലോറിൻ -1. അപ്പോൾ എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ കിട്ടിയില്ലേ? ഇനി ആർക്കാണ് ഓക്സീകരണം നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമ്മൾ അതിനെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്നാ പറയുക. ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് നോക്കിക്കേ, കാൽഷ്യത്തിന് എന്താ സംഭവിച്ചത്? 0-ൽ നിന്ന് +2ലേക്ക് മാറി. കാൽഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം 0 ആയിരുന്നു, പിന്നീട് +2 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അത് ഓക്സിഡേഷൻ ആണ്. സോ ഇവിടെ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിച്ചത് കാൽഷ്യത്തിനാണ്. ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജനെ നോക്കാം. ആദ്യം +1 ആയിരുന്നു, ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് മാറിയല്ലേ? അപ്പോൾ +1നെക്കാളും ചെറുതാണ് 0. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ കുറയുകയാണ് ചെയ്തത്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. മക്കളെ, ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അതിനെയാണ് നമ്മൾ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയുക. സോ ഹൈഡ്രജന് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഏത് ആറ്റത്തിനാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ നിരോക്സീകാരി. അപ്പോൾ ഇവിടെ കാൽഷ്യത്തിനാണ് ഓക്സിഡേഷൻ നടന്നത്. സോ നമ്മുടെ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ നിരോക്സീകാരി എന്ന് പറയുന്നത് കാൽഷ്യം ആയിരിക്കും. ഇനി ഏത് ആറ്റത്തിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. നിരോക്സീകരണം നടക്കുന്ന ആളെ നമുക്ക് ഓക്സീകാരി എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ഓക്സീകാരി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ, കുറഞ്ഞാൽ റിഡക്ഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന ആളെ റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്ഷൻ നടക്കുന്ന ആളെ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സീകരണം, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നിരോക്സീകരണം. ഓക്സീകരണം നടന്ന ആൾ നിരോക്സീകാരി, നിരോക്സീകരണം നടന്ന ആൾ ഓക്സീകാരി. ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. വാലൻസ് ഇലക്ട്രോൺസിനെ കണ്ടെത്തണം. ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ മക്കളെ, നമുക്ക് ആദ്യം ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അറ്റോമിക് നമ്പർ 11 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ 11 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ 11 ഇലക്ട്രോണും ഉണ്ടാകും. കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഒരു ആറ്റത്തിൽ തുല്യമാണ്. സോ 11 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2, 8, 1 ഇതായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പുറമേയുള്ള ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും പുറമേയുള്ള ഷെല്ല് KLM
എം ഷെല്ലാണ്. അപ്പോൾ നമ്മുടെ വാഹിതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? വാലൻസ് ഷെല്ലിലുള്ളത് ഇതാ നോക്ക്, 1 ഇലക്ട്രോൺ ആണ്. ഇനി എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്നാണ് മക്കളെ. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. A-Z ചെയ്യുക. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. മാസ് നമ്പർ എന്ന് പറയുന്നത് 23, അറ്റോമിക് നമ്പർ 11, അപ്പോൾ 12 എന്ന് കിട്ടും. 12 ന്യൂട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസമാണ്. ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മക്കൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പെൻസിലും കോമ്പസും ഒക്കെ എടുത്ത് ആറ്റത്തെ വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനിതിൻ്റെ ന്യൂക്ലിയസ് വരച്ചു. ഇനി നോക്ക്, 2, 8, 1, 3 ഷെല്ലല്ലേ ഉള്ളത്. അപ്പം മിസ് ഇവിടെ 1, 2, 3 ഷെല്ലുകൾ വരച്ചു. ഇനി ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോൺസും ഇരിക്കുന്നത്. കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. ഇവിടെ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും ഉണ്ട്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെ എഴുതാം, 2, 8, 1. ഇതനുസരിച്ചിട്ടാണ് നമ്മളിനി ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺ ആണ്. സോ ഞാൻ 2 ബബിൾ വരച്ചു. രണ്ടാമത്തെ ഷെല്ലിലുള്ളത് 8 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. മൂന്നാമത്തെ ഷെല്ലിലോ 1 ഇലക്ട്രോൺ ആണ്. സിമ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹാവിൻ യു നോട്ടീസ്ഡ് ദ ഇൻസ്ട്രക്ഷൻ ഷേക്ക് വെൽ ബിഫോർ യൂസ് ഓൺ ബോട്ടിൽ കണ്ടെയ്ൻ മെഡിസിൻസ് അല്ലേ? ചില മരുന്ന് കുപ്പികളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് കാറ്റഗറിയാണ്? ട്രൂ സൊല്യൂഷൻ ആണോ, സസ്പെൻഷൻ ആണോ, കൊളോയിഡ് ആണോ? മക്കളെ, ഈ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് എവിടെയാ? സസ്പെൻഷനിലാണ്. കണികകൾ അടിഞ്ഞുകൂടുന്നത് എപ്പോഴും സസ്പെൻഷനിലാണ്. ഈ കണികകൾ അടിഞ്ഞുകൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുക. സോ അപ്പോൾ ഏത് കാറ്റഗറിയാണ് ഇവർ? സസ്പെൻഷൻ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് മക്കൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക? ടു പ്രിവെൻറ്റ് ദ സെറ്റിലിംഗ് ഡൗൺ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ടു പ്രിവെൻറ്റ് ദ സെറ്റിലിംഗ് ഡൗൺ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? പാർട്ടിക്കിൾസ് അടിഞ്ഞു കൂടുന്നത് തടഞ്ഞ് എല്ലായിടത്തും ഒരേപോലെയാകാൻ വേണ്ടിയിട്ട്. ടു പ്രിവെൻറ്റ് ദ സെറ്റിലിംഗ് ഡൗൺ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് യൂണിഫോംലി. എല്ലായിടത്തും ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുക. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. മക്കളെ, ഡയമണ്ടിന് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? മേക്കിംഗ് ഓർണമെൻറ്റ്സ് അല്ലേ? നമുക്കറിയാം, ആഭരണ നിർമ്മാണത്തിനാണ്. ഇനി ഗ്രഫൈറ്റിനെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ആൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് സ്നേഹകം. ഇനി ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ആളാണ്. ഇത്രയും ക്വസ്റ്റ്യൻ അല്ല, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ഇന്ന് വൈകിട്ട് 7:30 ആകുമ്പോൾ നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും എത്തണം. നിങ്ങളെ കാത്ത് നാളത്തെ നിങ്ങളുടെ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിത്തരാൻ വേണ്ടി ടീം കെമിസ്ട്രി മിസ്സും സാറും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ ലൈവിലൂടെ വന്ന് പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? താഴെ കമൻറ്റ് ബോക്സിൽ മിസ് ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. വൈകിട്ട് കാണാം. All the best.